ഹായ്, എക്സ്പ്ലോറർ മല്ലുവാണ്. ഇന്ന് കേരളം ചുറ്റാൻ ഇറങ്ങിയിട്ട് ഏകദേശം 46-ാം ദിവസമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാഗമണ്ണത്തെ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു എന്ന് വിചാരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രവുമായ തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ മുന്നേ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്കാണ്. വാഗമണ്ണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് സൂയിസൈഡ് പോയിന്റ്. അവസാനം നമ്മളെ ബുള്ളറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കല്ലിട്ട റോട്ടിലൂടെ വേണം, ഈ ഒരു പാതയിലൂടെ വേണം നമ്മൾക്ക് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഓടിച്ചാൽ മാത്രമാണ് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ആ ഒരു സൂയിസൈഡ് പോയിന്റിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാർ വരുന്ന കാഴ്ചയ്ക്ക് അതിമനോഹരം കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ബുള്ളറ്റ് ഓടിച്ച് കയറ്റാൻ പോകുന്നത്. അങ്ങോട്ടുള്ള ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കല്ല് പതിച്ച റൂട്ട് എന്നുള്ളതാണ് കേട്ടോ. ബൈക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തു കൂടെ രണ്ട് ഭാഗത്തും എന്താ പറയുക ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാവുന്നുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ ടിക്കറ്റ് ചാർജ് ഇങ്ങോട്ട് കടക്കാൻ. പിന്നെ മാത്രമല്ല പാർക്കിംഗ് ചാർജും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് 10 രൂപ മാത്രമേ ഉള്ളൂ. ബൈക്കിനാണെങ്കിൽ വരിക, കാറിനാണെങ്കിൽ എത്രയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ഒരു വീഡിയോ ആണ് സൂയിസൈഡ് പോയിൻ്റ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യുക, കാണാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ അവസാനം നമ്മൾ 10 മിനിറ്റ് റൈഡിങ്ങിനൊടുവിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ നമ്മൾ പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളെ ബുള്ളറ്റ് ശേഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെക്ഷൻ കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം നമ്മൾക്ക് കാഴ്ച കാണിക്കാൻ. അതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയുക, ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ടൈം ചിലവഴിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാം. മാത്രമല്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം, കുറേ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും സംസാരിച്ചിനൊടുവിൽ ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു കാഴ്ച കാണിക്കാം കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു അപ്പുറത്തുള്ള ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാനുള്ളതാണ്. നമ്മൾ ആ ഒരു പാർക്ക് അവിടെയാണ് നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂ പോയിൻ്റാണ്. മനോഹരമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പൊളിയാണ്. എന്തായാലും കയറിയിട്ട് അതിൻ്റെ മേലത്തിലുള്ളൊരു വ്യൂ കാണാം. അവസാനം നമ്മൾ 83 സ്റ്റെപ്പുകൾ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണട്ടെ. അപ്പോൾ ഈ ഒരു സ്ഥലം വാഗമണ്ണ് ആരെങ്കിലും വരികയാണെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ പോകണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടുത്തെ കാഴ്ച കാണാം കേട്ടോ. ഇതാണ് പുറകുവശത്തെ ഒരു 360 വ്യൂവിലൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്നാൽ കാണാമെന്നുള്ളതാണ്. മനോഹരമായിട്ട് നല്ലൊരു വഴിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3, 3:30, 4 മണി ആ ഒരു റേഞ്ചിലാണ്. എന്നിട്ടുള്ള വൈബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മനോഹരമായിട്ട് നല്ലൊരു കിടക്കാച്ചൊരു വ്യൂ പോയിൻ്റ് കാണാം. അടിച്ചാൽ പൊളിച്ച് കിടക്കാഴ്ചയായിട്ട് നിൽക്കുന്നൊരു കാഴ്ച. ഇതിൻ്റെ മേലെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മനോഹരമാണ്. ആ ഒരു ഭാഗം ഫുള്ള് കാണാം. 360 വ്യൂവിലൊക്കെ അടിപൊളിയായിട്ട് കാണാം. മാത്രമല്ല ഇതേപോലത്തെ ഒരു സംഭവം അതിൻ്റെ മുകളിലുണ്ട്. ആ ഒരു സംഭവം കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാം. വരുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോ പറഞ്ഞ അതേ ഒരു രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബൈക്കും കൊണ്ടൊക്കെ വരുന്നവർക്ക് ആ ഒരു 2 വശത്തുള്ള രണ്ട് സൈഡിലായിക്കൊണ്ടുള്ള ആ റൂട്ടിലൊക്കെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് വരാം. പിന്നെ ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഗമണ്ണിന്ന് ഇങ്ങോട്ട് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സ്വീകരിക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാം. കുറേ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ കാണാം കേട്ടോ. അതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഓക്കെ. ഇതിൻ്റെ മേലേക്ക് കയറിയത് നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ്. നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത ഒരു സെക്ഷനാണ് കാണുന്നത് കേട്ടോ. 2 ഭാഗത്തും നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്നിട്ട് ഇങ്ങനെ കയറി നല്ല അടിപൊളിയാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ മല ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. സെറ്റാണ്. എന്തായാലും വന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സംഭവം പിടിക്കണം. കാരണം
കാരണം വെച്ചാൽ അവിടെ കുറേ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു വീടിലൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. എന്തൊക്കെയാണ് റോപ്പാണ് തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ എന്താണ് കുറേ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതുള്ളൂ. ഏകദേശം ഈ ഒരു സ്റ്റെപ്പ് കയറേണ്ടത് 83 സ്റ്റെപ്പാണ് ഞാൻ എണ്ണി വന്നപ്പോൾ കേട്ടോ. എന്തെങ്കിലും ആരെങ്കിലും വന്നിങ്ങനെ എണ്ണി നോക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശേഷം ബുള്ളറ്റ് എടുത്തിട്ട് ആ ഒരു ഭാഗത്തുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പുറകുവശത്ത് കാണുന്ന ഒരു സംഭവത്തിൻ്റെ മുകളിൽ നിന്നായിരുന്നു ഇത്രയും നേരം നമ്മൾ ഷൂട്ട് ചെയ്തത്. കാണുന്നില്ലേ അത്രയും ഹൈറ്റ് നിന്നിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കിട്ടുകാച്ചൊരു വ്യൂ നിങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ അങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുന്നാണ് വെളിച്ചമുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബുള്ളറ്റിൻ്റെ നിർത്തിയിട്ട് ആ പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് പോയിട്ട് നമുക്ക് നെക്സ്റ്റ് വ്യൂ കാണിക്കാം. എന്തൊക്കെയാണ് കാഴ്ചകൾ. അവിടെ നമ്മൾ ഇപ്പോൾ കയറി അതേപോലത്തെ ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട്. അവിടുന്ന് എന്താണ് വ്യൂ എന്ന് ഈ ഒരു വീടിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ ഈ ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് വരെ പാർക്കിങ്ങിൽ ഇവിടെ വന്നിട്ട് വരെ ആളുകൾ എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് നടക്കാണ്ടായതുകൊണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. അത്രയും വന്നിട്ട് ബൈക്ക് അവിടെ നിർത്തി അല്ലെങ്കിൽ വണ്ടി അവിടെ നിർത്തി ടിക്കറ്റ് എടുത്ത് കയറി ഇവിടേക്ക് നടക്കാൻ വയ്ക്കാത്തവരടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ മലയാളികൾ. എന്തു പറയാൻ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈവനിങ്ങിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞ് കിട്ടുകാച്ചൊരു വൈബായിരിക്കും. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സമയമില്ലാതെ ആയതുകൊണ്ട് പരിമിതി കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ഷമിക്കട്ടോ. അവിടുത്തെ ഒരു വ്യൂ ഒക്കെയാണ് കിട്ടുകാച്ചല്ലേ. ആ ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും. പറയും. നമുക്കുള്ളത് ബർമ ബ്രിഡ്ജാണ്. അതാണ് അവിടെ താഴെ. പിന്നെ ഇവിടുത്തെ റോക്ക് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ബ്രിഡ്ജ് ഉണ്ട് മുകളിൽ. ഇത് എത്ര ഏജിലുള്ളവർക്കാണെന്നൊന്നുമില്ല, എല്ലാ ഏജിലുള്ളവർക്കും പറ്റും. ഓക്കെ. അപ്പോൾ മൊത്തം എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്? മൊത്തം ഇതിപ്പോ 6 ഉണ്ട്. 3 അഡൽസിന്റെ 3 ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? ഓക്കെ, അത് കാണിച്ചു തരട്ടോ. അപ്പോൾ ഒരു 6 ആക്ടിവിറ്റീസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താവുന്നതുള്ളൂ. ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം, വേണ്ടവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, കയറിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കുറേ നിങ്ങൾക്ക് കാണാവുന്നതുള്ളൂ. എന്താ പറയുക, തൂക്കുപാല പോലത്തെ സംഭവം, അതുപോലെ ഇങ്ങനെ എന്താ പിടിച്ചിട്ടും അതുപോലെ റോപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ചവിട്ടി എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. എന്താ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഭാഗം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതുള്ളൂ. ഇവിടെ തന്നെ ഏകദേശം ഒരു എന്താ പറയുക 5-6 സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു പാലം കാണാം കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് വശത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു പാലത്ത് നമുക്ക് കയറി ഷൂട്ട് ചെയ്യാം. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾക്കും കാണാം കേട്ടോ. എന്തൊക്കെ ഇവിടെ ഇതുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിലാണ് അവരെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എക്സ്ട്രാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താം. അതിനാണ് ആ ഒരു സംഭവം ഞാൻ ഷൂട്ട് ചെയ്തത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ പാലങ്ങൾ കേട്ടോ. ഏത് പാലത്തും ഹൈറ്റ് കുറഞ്ഞ്, ഇവിടെ ഹൈറ്റ് കുറഞ്ഞ് അതിൽ കുറച്ച് ഹൈറ്റ് കൂടുതൽ, അവിടെ കുറച്ച് ഹൈറ്റ് കൂടുതൽ, ഒന്നുകൂടി ഹൈറ്റ് കൂടുതൽ, അതും കൂടെ ഒക്കെ കയറിയിട്ടൊന്ന് നോക്കാം. ഇതുകൂടി കയറുക അതിൽക്കൂടി വരിക, ഇതുകൂടി കയറുക അതിനോട് വരിക, അതാണ് സംഭവം. അപ്പോൾ അതിമ കൂടി കയറിയിട്ട് ഓരോ വ്യൂ ഒന്ന് ആസ്വദിച്ചാൽ നമുക്ക്. ഒന്ന് കഴിഞ്ഞു, നെക്സ്റ്റ് രണ്ടാമത് ഇവിടുത്തെ ആ ഒരു ഏറ്റവും ടോപ്പ് എത്തുമ്പോൾ കേട്ടോ അപ്പുറത്തെ ആ ഒരു ലേക്കും അപ്പുറത്തെ ഒരു വ്യൂവും കാണുക. ഞാൻ പോരുന്ന റൂട്ടിൽ ഒരു ലേക്ക് മാരത്തെ ഒരു സംഭവം കണ്ടിരുന്നു. അഥവാ എന്താ പറയുക, ഒരു തടക്കെ കെട്ടിയിട്ട് എന്താ പറയുക വെള്ളം ശേഖരിക്കുന്ന രൂപത്തിൽ, അതുപോലെ ഡാം പോലത്തെ ഒരു സെറ്റപ്പിൽ ചെറിയൊരു ഡാം എന്ന് പറയാം, അല്ലെങ്കിൽ ലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവം ഉണ്ട്. അത് അതിൻ്റെ മേലെത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ശേഷം നമുക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് കാണണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് ലേശം കൊണ്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ കാണാം ആ ഒരു ലേക്ക് കൃത്യമായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ആ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടി വെള്ളം ഉണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവുകയാണെങ്കിൽ വേറെ തന്നെ ഒരു വ്യൂ ആയിരിക്കും. ആ ഒരു സെക്ഷനക്ക്, ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു ലേക്കൊക്കെ വെള്ളം ഒലിച്ചു പോവുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ഫീലായിരിക്കും ഇതും കൂടി പോകും കേട്ടോ. ഫോട്ടോ സെക്ഷനൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറും എന്നുള്ളത് ഒരു സംശയമില്ല. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ ഈ കൂടെ ഇപ്പോൾ കയറുക അമ്പോ
അങ്ങനെയല്ല കേട്ടോ, ഇത് കൂടി ഇങ്ങനെ കയറിയിട്ട് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മേലേക്ക് പോവാം. ഏറ്റവും ടോപ്പ് പോയാലോ ആ ഒരു കാഴ്ച കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാലം സ്കിപ്പ് ചെയ്തിട്ട് എന്താ പറയുക ഇതിൻ്റെ മേലേക്ക് പോകാൻ പോകും കേട്ടോ. അപ്പോൾ ഇതൊരു പൊളിയായിരിക്കും കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു കൂറ്റം കേട്ടോ, ഒരു രക്ഷയില്ല, മനോഹരമാണ്. ഇതുകൂടി ഇങ്ങനെ ചവിട്ടിയിട്ട് പിടിച്ച് കയറുക, ശേഷം ആ ഒരു വ്യൂ ആസ്വദിക്കാം കേട്ടോ. ഒരു പാലം നോക്കണേ, പൊളി. ഇവിടുന്ന് ഒരു കിടക്കാച്ചൊരു വ്യൂ തന്നെ കാണാം കേട്ടോ. സൂയിസൈഡ് പോയിൻ്റുള്ള കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ കുറേ ആളുകൾ ഇവിടെ വരുന്നുള്ളത് ഒരു സംശയമില്ല. ഞങ്ങൾ നേരത്തെ പോയ ആ ഒരു സൂയിസൈഡ് പോയിൻ്റ്, ആ ബ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചുറ്റും ഒരു ഗ്രീനറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വരുന്ന റൂട്ടിലൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിലൊന്നും എന്താ പറയുക കൾച്ചറായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലാതെ കിടക്കാട്ടോ. പിന്നെ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഈ പാലം ഞാൻ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ എന്താ പറയുക ഒരു ഡാം പോലത്തെ ഒരു സംഭവം കാണാം, ഒരു ഷട്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതാണ് ഡാം എന്ന് പറയാൻ കാരണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന് ലേക്കൊന്നും വിളിക്കാം കേട്ടോ. ഡാമെന്ന് വിളിക്കാൻ പറ്റൂല്ലെങ്കിൽ ലേക്കൊന്നും വിളിക്കാം. അടിഭാഗത്ത് അത്യാവശ്യം നല്ലൊരു മഴ ഉണ്ട് കേട്ടോ. അയ്യോ പൊളി കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റുള്ളൊരു കാഴ്ച നോക്കണേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു കിട്ടിലും ഡെസ്റ്റിനേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗം കേട്ടോ, അതുപോലെ ഈ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ വന്നത്. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ബുള്ളറ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു വ്യൂ കൂടെ കാണാം. കുറേ ആളുകൾ ഇവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ നേരത്തെ പോയ ആ ഒരു സെക്ഷനാണുള്ളത്. ഇവിടെ ആരും ഇല്ല കേട്ടോ. സംഭവം ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് അവിടെയും കിട്ടുക. എന്നാൽ പോലും ഇവിടെ ഒരാളുകളും ഇല്ല കേട്ടോ. അവിടെ ഭയങ്കര കുത്തിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടോ, ഒരുപാട് ആൾക്കാർ. പക്ഷേ ഇവിടെ ആ ഒരു ഭാഗത്ത് പോയിട്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് പോകാമല്ലോ ഓടിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അപ്പം നേരെ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ആ ഒരു വ്യൂഡിങ് കാണാം കേട്ടോ. എന്നിട്ട് ശേഷം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ള അതേ കാഴ്ചയാണോ ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ, എന്താ പറയുക, അതേ ഒരു കാഴ്ചയാണോ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച നമ്മൾക്ക് ഈ ഒരു ഭാഗം വരുമ്പോൾ സമ്മാനിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാഴ്ച കാണാം. നമ്മുടെ ബുള്ളറ്റൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പാർക്കിംഗ് സെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഏത് വണ്ടി വന്നാലും ഈ ഒരു ഡെസ്റ്റിനേഷനിൽ പാർക്കിംഗ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ കുറിച്ചിട്ട് വാഗമണ്ണ് വരുന്നവർ സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് കാണേണ്ടത് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു വ്യൂ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് കയറേണ്ട ആ ഒരു ടിക്കറ്റ് എന്നുള്ളത് 20 രൂപയാണ്. മാത്രമല്ല പാർക്കിങ് ബൈക്കിനാണെങ്കിൽ 10 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ ഈ ഒരു 30 ചിലവാക്കിയിട്ട് ബൈക്കിനൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഈവനിങ്ങിൽ വരിക, ഒരു 4-4:30 സമയത്ത് വരിക, അതല്ലെങ്കിൽ മോർണിംഗിൽ വരിക കേട്ടോ. അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് വരരുത്. വാഗമണ്ണ് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡെസ്റ്റിനേഷനോട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട. കാരണം വെച്ചാൽ ഈ ഒരു വ്യൂ പോയിൻറ്റിങ് ഇങ്ങോട്ട് വരുന്ന റൂട്ടിലൊക്കെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. ശേഷം എവിടെ നിന്ന് കഴിഞ്ഞാലും നിൽക്കാനും ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വെയിൽ സഹിക്കൂല കേട്ടോ. നമ്മൾ ഏകദേശം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് തുടങ്ങിയത് ഏകദേശം ഒരു 4 മണി ആ ഒരു ടൈമിലാണ്. എന്നിട്ട് വരെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ആ ഒരു കാറ് പോകുന്ന ആ ഒരു സെറ്റപ്പൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ. മനോഹരമാണ് ഓരോ സെക്ഷനും. ഇവിടെ നിന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു വ്യൂ കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് കയറാനാണ്. ഒന്നുകൂടി കയറി കഴിഞ്ഞാൽ ആ ഒരു കിടക്കാച്ചി വ്യൂ നമുക്ക് കാണാം. ഓക്കെ, 2 സ്റ്റെപ്പും കൂടി 2 കോണിയൂടി കയറി കഴിഞ്ഞാൽ ആ ഒരു കിടക്കാച്ചി വ്യൂ ഇവിടെ നിന്നാൽ കാണും. ഈവനിങ്ങിലൊക്കെ പക്ക ഒരു ഏകദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:30 ടൈമിൽ വന്നാൽ ആ ഈവനിങ്ങിൻ്റെ കിടക്കാച്ചി വൈബ് നമുക്ക് സമ്മാനിക്കുന്നുള്ളത് ഉറപ്പാണ്. നമ്മളിങ്ങനെ കയറി ശേഷം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. അവിടെ നിന്നാലെ തന്നെ കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെയാണ് ആ ഒരു കിടക്കാച്ചി വ്യൂ സമ്മാനിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ. ഇതിലൂടെ നടന്നിട്ട് നടന്നു വരുന്നവർക്കൊക്കെ ആ ഒരു ഭാഗത്ത് എത്തിപ്പെടാൻ ഒരു നടക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആ ഒരു ആദ്യ ടവറല്ല, ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, ആദ്യ ടവറല്ല, രണ്ടാമത് വരുന്ന ടവറിലേക്ക് കുറച്ചുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടവർ, അവിടെയാണ് അതിൻ്റെ കിടക്കാച്ചി. ആ
കാഴ്ച എന്നൊക്കെ പറഞ്ഞ രക്ഷയില്ല. ഹായ് 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 ഹായ്. അപ്പോൾ ശേഷം ഇങ്ങോട്ട് വരുന്ന റൂട്ടിൻ്റെ കാഴ്ച കാണാം. ശേഷം ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു ലേക്കും കാര്യങ്ങളും ഉണ്ടെന്ന്. അത് മനോഹരമായിട്ട് നമുക്ക് പോകുന്ന ഒരു സെക്ഷനിൽ നിന്ന് കാണാൻ പോകുമ്പോൾ ഈ ഒരു വീടിലൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഡാമിൻ്റെ അവിടേക്ക് എത്തിക്കുകയാണ്. നമ്മളെ ബൈക്കൊക്കെ ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതാണ് ആ ഒരു ഡാം എന്ന് പറഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ലൊരു കിട്ടുകാഴ്ചയായിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. പക്ഷേ ഇവിടെ എന്താ കിടക്കിനായിരിക്കും ഇവിടെ നൂല് കാര്യങ്ങളൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. ഒരാളോട് ചോദിക്കാനാണ് ഒരാളും ഇല്ല കേട്ടോ. ഇവിടെ നടന്നു പോയിട്ടൊക്കെ ആ ഒരു ഭാഗത്തിലൂടെയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് മേലൊക്കെ കയറിയിട്ട് അപ്പുറത്തുള്ള വ്യൂവും അതുപോലെ ഈ ഒരു ലേക്കിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു നൂല് കെട്ടേക്കണമെങ്കിൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിനായിരിക്കാം ഒരുപക്ഷെ കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടേക്ക് പോകാത്തത്. അപ്പോൾ അവസാനം നല്ലൊരു കിട്ടിക്കാഴ്ച റിവ്യൂ കേട്ടോ. നമ്മൾ ആ ഒരു പാലത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണുന്നില്ലേ? ആ ഒരു സംഭവത്തിൻ്റെ മുകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വാഗമണ്ണത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ വീണ്ടും വരുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ കയറിയിട്ട് സ്റ്റേ അടിക്കാൻ കിട്ടുമെങ്കിൽ സ്റ്റേ അടിക്കണം. പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ എന്താ പറയുക, ഇടുക്കിയാണ് എക്സ്പ്ലോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെസ്റ്റിനേഷനുകളും ഒരുപാട് സ്ഥലങ്ങളും വൈബടിച്ച് ജില്ലാക്കാൻ പറ്റിയ കിട്ടുകാഴ്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എന്തായാലും അറിയിക്കണമെന്ന് വിനയത്തിൻ്റെ പുരസ്കാരം അറിയിക്കുകയാണ്. ഇടുക്കിയുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും എക്സ്പ്ലോറിയൻ മല്ലു വരും. അപ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യട്ടോ. നിങ്ങളെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഹായ്. വാഗമണ്ണിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ സ്റ്റേ ചെയ്യാൻ അലഞ്ഞ സമയത്ത് എന്നെ ഒരു അച്ചായൻ വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് വരെ കേട്ടോ. ഇവരെ കാണുന്നുണ്ടോ? ഓല കാണിക്കണ്ടെന്ന് പറഞ്ഞു. അച്ചായൻ പണിക്ക് പോയി. ഇടുക്കി ഡാമിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പള്ളി ഇവിടെ അടുത്താണെന്ന് പറഞ്ഞത്. ആ ഒരു ലൊക്കേഷനൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരുപാട് സംശയമേന്തി ചെക്കന്മാർ നമ്മളെ മുന്നിൽ